ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലൂടെ അതിഗംഭീരമായ ഒരു ഘോഷയാത്ര നയിക്കുകയായിരുന്നു. കുതിരസേനയും വർണ്ണശബളമായ പതാകകളും സംഗീതവാദ്യങ്ങളും നിറഞ്ഞ ആ രാജകീയ കാഴ്ച കാണാൻ നഗരവീഥിയുടെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്നു. ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരു ചെറിയ കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഒക്കത്തിരുന്ന് ഈ കാഴ്ച കാണാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് അഭിമാനത്തോടെയും പുഞ്ചിരിയോടെയും ആ കൊച്ചു കുഞ്ഞിന് മുന്നിലൂടെ രാജാവ് കടന്നുപോയി. രാജാവിനെ കണ്ട നിമിഷം കുഞ്ഞിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് പ്രകാശിച്ചുവെങ്കിലും ഘോഷയാത്ര കടന്നുപോയ ഉടനെ അവൻ ഭയങ്കരമായി കരയാൻ തുടങ്ങി. ഉള്ളിൽ നിന്ന് പൊട്ടിയ ആ കരച്ചിൽ കണ്ട് അമ്മ അത്ഭുതപ്പെട്ടു. അമ്മ ചോദിച്ചു, നീ രാജാവിനെ കണ്ടില്ലേ, പിന്നെ എന്തിനാണ് കരയുന്നത്? കണ്ണീരോടെ ആ കുഞ്ഞ് മറുപടി പറഞ്ഞു, ഞാൻ രാജാവിനെ കണ്ടു അമ്മേ, പക്ഷേ രാജാവ് എന്നെ കണ്ടില്ല. ആ കുഞ്ഞ് ആഗ്രഹിച്ചത് കേവലം രാജാവിനെ കാണുക എന്നത് മാത്രമായിരുന്നില്ല, മറിച്ച് രാജാവ് തന്നെ ഒന്ന് കാണണം എന്നതായിരുന്നു. കഥ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. ഇതുപോലൊരു യാത്രയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ കാണാൻ അത്തിമരത്തിൽ കയറിയിരിക്കുന്ന സക്കായിയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. അവിടെ സക്കായി ക്രിസ്തുവിനെ കണ്ടു എന്നതല്ല പ്രധാനം, മറിച്ച് ക്രിസ്തു സക്കായിയെ കണ്ടു എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തെ അന്വേഷിച്ച് ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും അലയുന്നവരാണ്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുവാനും ആരാധിക്കുവാനും എല്ലാവർക്കും വലിയ താല്പര്യവുമാണ്. എന്നാൽ നമ്മുടെ യാത്രകളും പരിശ്രമങ്ങളും സഫലമാകണമെങ്കിൽ ദൈവം നമ്മെ കാണണം. ദൈവം നമ്മെ കാണാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ആൾക്കൂട്ടത്തിൽ ഒരാളായി നിൽക്കുന്നതിനേക്കാൾ സക്കായിയെ പോലെ ദൈവത്തിന്റെ ശ്രദ്ധ നേടുവാൻ വ്യക്തിപരമായ പരിശ്രമങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇരുട്ടിൽ നിൽക്കുന്നവനെ കണ്ടെത്താൻ പ്രയാസമാണ്, എന്നാൽ വെളിച്ചത്തിലൂടെ നടക്കുന്നവരെ കാണാൻ വലിയ എളുപ്പവുമാണ്. നമ്മുടെ ജീവിതം പാപത്തിൻ്റെയോ അജ്ഞതയുടെയോ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് മാറ്റിയാൽ നാമും ദൈവികമായ നോട്ടത്താൽ പെട്ടെന്ന് കണ്ടെത്തപ്പെടും. നമ്മുടെ ജീവിതം ദൈവത്തിന് കാണാൻ കൊള്ളാവുന്ന തരത്തിൽ പ്രകാശപൂർണ്ണമാക്കുക എന്നതാണ് ഏറ്റവും വലിയ സുഹൃതം. നാം വെളിച്ചത്തിലേക്ക് നടന്നാൽ ലോകത്തിന്റെ രാജാവ് നമ്മയും തേടി വരും. ദൈവത്തെ കണ്ടെത്താൻ ഓടി നടക്കുന്നതിന് പകരം ദൈവത്താൽ കണ്ടെത്തപ്പെടുവാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണീശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ രൂപം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ.